ബൈബിളിൽ ഒത്തിരി പേരുണ്ട്. നാട്ടിൽ ഒത്തിരി പേര് ഉള്ളതുപോലെ ബൈബിളിൽ ഒത്തിരി പേരുണ്ട്. പുതിയ നിയമം 1-ാം അധ്യായം തുറക്കുമ്പോൾ തന്നെ 73 പേരെയാണ് ഒറ്റ അധ്യായത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സ്തോത്രം. 42 പേരാണ് കർത്താവ് യേശുവിൻ്റെ വംശാവലിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പിതാക്കന്മാരുണ്ട്, പാട്രിയോട്സ്, പിതാക്കന്മാർ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ശക്തന്മാരായ രാജാക്കന്മാരും ആ ലിസ്റ്റിലുണ്ട്. ദാവീദ്, ശലോമോൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാരും ആ ലിസ്റ്റിലുണ്ട്. വളരെ അവരുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധരായ ലാൻഡ് ലോഡ്സ് ആയിരുന്ന, സ്തോത്രം, ബോബസ് പോലെയുള്ള ആൾക്കാർ ആ വംശാവലിയിലുണ്ട്. പിതാക്കന്മാരുള്ള ലിസ്റ്റിൽ, രാജാക്കന്മാരുള്ള ലിസ്റ്റിൽ, സ്തോത്രം, പ്രസിദ്ധന്മാരും ഇൻഫ്ലുവൻസ് സ്വാധീനമുള്ളവരുടെ ലിസ്റ്റിൽ 5 പെണ്ണുങ്ങൾ കയറി പറ്റിയിരിക്കുന്നു. നടക്കത്തില്ലേ? സംഭവിക്കത്തില്ലേ? പലരും മാറ്റി നിർത്തിയ നിന്നെ, പലരും തഴഞ്ഞ നിന്നെ, പലരും നിന്നെ നോക്കി വിരൽ ചൂണ്ടി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നിന്നെ ആർക്കും മായ്ക്കാനും മറയ്ക്കാനും കഴിയാത്ത രീതിയിൽ ചില ലിസ്റ്റിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് എഴുതി ചേർപ്പാൻ വേണ്ടി പോകുന്നു. പലരും നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ, പലരും തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്ന് ട്രീറ്റ് ചെയ്തു എങ്കിൽ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം പറയും, ഇല്ല മക്കളെ, ഞാൻ നിന്നെ മാനിക്കും, ഞാൻ നിന്നെ മാനിച്ചിരിക്കും. 5 ലേഡീസിനെ, 5 മാതാക്കളെ കർത്താവ് ആ ലിസ്റ്റിൽ, സ്തോത്രം, എഴുതി ചേർത്തു.